ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന 2025 CGL പരീക്ഷേൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇപ്രാവശ്യം പാറ്റേൺ ചേഞ്ച് ആവുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമോ, അതല്ലെങ്കിൽ വേക്കൻസി എത്ര ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പല ഇതിലായിരുന്നു. അത് തന്നെ പറയട്ടെ, വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ്. ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് SSC കൊണ്ടുവരാൻ പോകുന്നുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ സ്റ്റെനോഗ്രാഫറിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു മാറ്റം മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞ കൊല്ലത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇപ്രാവശ്യം ഒന്ന് പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ ഈ SSCയെ പറ്റി അറിയുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ SSC മലയാളിയുടെ ഒരു ക്രാഷ് കോഴ്സ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, 2 മാസം കൊണ്ട് CGL ക്രാക്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാം, 2 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നെക്സ്റ്റ് ഇമ്പോസിബിൾ തന്നെ പറയാം. 99.9% നടക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്രാവശ്യത്തെ പരീക്ഷ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലേ, ഒന്ന് ചെയ്ത് നോക്കണം, എങ്ങനെയാണെന്ന് അറിഞ്ഞ് നോക്കണം. കാരണം 2 മാസം കൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയം നമുക്കില്ല. പക്ഷേ ക്രാഷ് കോഴ്സ് വഴി ജസ്റ്റ് ഒന്ന് എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ ഇപ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകളാണെന്ന് അറിഞ്ഞ് നോക്കണം എന്നുള്ളവർക്ക് നമ്മുടെ SSC മലയാളിയുടെ ക്രാഷ് കോഴ്സ് ഈ ജൂൺ 10 സ്റ്റാർട്ട് ചെയ്യാണ്. ജൂൺ 10 വൈകുന്നേരം 6 മണിക്ക് യൂട്യൂബ് ലൈവ് വഴി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം മുതൽ നമ്മൾ ആപ്ലിക്കേഷൻ വഴി റെഗുലർ ആയിട്ട് ഡെയിലി ക്ലാസ്സുകൾ നമ്മളുണ്ടാവും. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും എല്ലാം ഉണ്ടാവും. ജസ്റ്റ് ആദ്യം ഒന്ന് പറഞ്ഞു പോയിന്നുള്ളൂ. പിന്നെ 2 മന്ത് കൊണ്ട് CGL പ്രിപ്പയർ കിട്ടുമോ ഇല്ല എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനതിവിടെ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം, നിങ്ങളത് പോയി കണ്ടു നോക്കുക കേട്ടോ. അത് തന്നെ കയറിയിട്ട് എന്നെ തെറി വിളിക്കേണ്ട, ആ വീഡിയോ മൊത്തം കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. പിന്നെ പല ആളുകളും നിങ്ങളുടെ അടുത്ത് വരും, 2 മാസം കൊണ്ട് എൻ്റെ അയൽവക്കത്തവന് കിട്ടിയായിരുന്നു, എൻ്റെ കോളേജിൽ എൻ്റെ ജൂനിയറിന് കിട്ടിയായിരുന്നു, സീനിയറിന് കിട്ടിയായിരുന്നു, അതുകൊണ്ട് 2 മാസം കൊണ്ടൊക്കെ ഇത് ഭയങ്കര നടക്കുന്ന കാര്യം നടക്കായൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒരുപാട് വേറെ ഫാക്ടേഴ്സും ഉണ്ടാവും കേട്ടോ. ഞാൻ നോർമൽ ഒരു സാധാരണ ഒരു മനുഷ്യനെ പറ്റി ഞാൻ പറയുന്നത് 99.9% ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ചടപ്പിക്കാനോ വേണ്ടിയിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ ഫാക്റ്റ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ആക്റ്റീവായിട്ട് 2026 CGL വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. 2025 എന്ന് പറഞ്ഞാൽ വളരെ അടുത്തെത്തി. പ്രത്യേകിച്ച് സാധാരണ നോട്ടിഫിക്കേഷൻ വന്ന 3 മാസം സമയം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് ജൂണിലാണ്. ഓഗസ്റ്റ് 13 പരീക്ഷയാണ്. 2 മാസം കറക്റ്റാണ്. 2 മാസം സാധാരണ 3 മാസം കിട്ടാണ്ട് ഇപ്പോൾ 2 മാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സ് 999 രൂപയാണ്. എവിടെയുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്, പോയി ജോയിൻ ചെയ്യാം. അതല്ല നിങ്ങളൊരു ബിഗിനർ അല്ല, അഡ്വാൻസ് ലെവലിൽ എത്തിയ ആളാണെങ്കിൽ അവർക്ക് വേണ്ട മിഷൻ ബാച്ചും നമ്മുടെ ഇവിടെ ഉണ്ട്, ആപ്ലിക്കേഷനിൽ കണ്ടു നോക്കാം. അതല്ല, നിങ്ങൾ കംപ്ലീറ്റ് കോഴ്സ് തന്നെ 2026 പോലത്തെ എക്സാമിനൊക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കംപ്ലീറ്റ് കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. അതിന് 3499 ആണ്. എല്ലാത്തിൻ്റെ വാലിഡിറ്റി 1 year ആണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഇവിടെ അത് പറയുന്നില്ല. നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ വലിയ മാറ്റങ്ങളൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ ആകെ 2 മാറ്റങ്ങളൊന്നും വെയിറ്റ് ലിസ്റ്റ് കൊണ്ടുവരുന്നു, പിന്നെ ആധാർ ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തിനില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് മുതൽ ജൂൺ 9 സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ 4 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഡേറ്റ് 4 ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3-4 ദിവസം ഇങ്ങനെ ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാനുള്ള വിൻഡോ കൊടുക്കാറുണ്ട്. അത് 9 മുതൽ 11 ജൂലൈ വരെയാണ് കേട്ടോ. പിന്നെ പരീക്ഷ ഡേറ്റ് ഓൾറെഡി വന്നതാണ്. ഓഗസ്റ്റ് 13 to ഓഗസ്റ്റ് 30 പരീക്ഷ നടക്കുന്നത്. Tier 2 നോക്കിയാൽ Tier 2 എക്സാം ആണ് ഡിസംബറിലാണ്. ഡിസംബറിൽ പരീക്ഷ നടന്നാൽ ഒരു ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റോട് കൂടി ഇതിന് പരീക്ഷ റിസൾട്ട് വരാം, അല്ലെങ്കിൽ ജനുവരിയിൽ മിക്കവാറും റിസൾട്ട് വരാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഓൾറെഡി പഠിച്ച ഒരു ലെവലെത്തിയ ആളുകളാണെങ്കിൽ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ജനുവരിയോട് കൂടി റാങ്ക് ലിസ്റ്റ് കയറാം. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ. ഡിസംബറിലാണ് Tier 2. പ്രാവശ്യം Tier 2 ജനുവരിയിലായിരുന്നു, അടുത്ത പ്രാവശ്യം അത് ഡിസംബറിലാണ്. ഓക്കെ, കൂടുതൽ ഇതൊന്നും പറയുന്നത് ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന പോസ്റ്റുകൾ ഇപ്രാവശ്യം എന്തില്ല, CGL ഇല്ല. ലെവൽ 8 ഒരേ ഒരു പോസ്റ്റായിരുന്നു, ഗസ്റ്റഡ് റാങ്കിലുള്ള പോസ്റ്റായിരുന്നു. അത് ഇപ്രാവശ്യം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്നില്ല. ആകെ ലെവൽ 7 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുകളെല്ലാം ഉണ്ട് കേട്ടോ. ASO പോസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ CBDT ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഉണ്ട്, CBI ഉണ്ട്, എല്ലാത്തിലും നാർക്കോട്ടിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയൊരു പോസ്റ്റ് വന്നിട്ടുള്ള പറഞ്ഞാൽ ഈ കാണുന്ന പോസ്റ്റാണ്. ഓഫീസ് സൂപ്രണ്ട്. ഇപ്രാവശ്യം മുതൽ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഓഫീസ് സൂപ്രണ്ട് എന്ന പോസ്റ്റ് ഇപ്രാവശ്യം മുതൽ ഗ്രൂപ്പ് B പോസ്റ്റാണ്. സാധാരണ 27 വയസ്സ് കഴിഞ്ഞവർക്ക് ഗ്രൂപ്പ് B പോസ്റ്റ് മാത്രമേ എലിജിബിൾ ആയിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഒരു 4000-5000 മാക്സിമം ഗ്രൂപ്പ് B പോസ്റ്റ് ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ ഓഫീസ് സൂപ്രണ്ട് പോസ്റ്റ് കൊണ്ട് വരുന്നതുകൊണ്ട് ഒരു 5,000 to 10,000 ഇടയ്ക്ക് ഗ്രൂപ്പ് B പോസ്റ്റുകൾ ഇപ്രാവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോസ്റ്റ്, അതായത് 27 കഴിഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് B പോസ്റ്റ് മാത്രമേ പറ്റൂ എന്നുള്ള ആളുകൾക്ക് ഒരു നല്ല അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ഓൾമോസ്റ്റ് 10,000 അടുത്തുണ്ടാവും ഗ്രൂപ്പ് B പോസ്റ്റുകൾ മാത്രം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു അവസരമാക്കിയിട്ട് അവർ പഠിക്കുക. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് C പോസ്റ്റ്, ഓഡിറ്റർ, അക്കൗണ്ട്, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പോസ്റ്റൽ അസിസ്റ്റന്റ്, വോട്ടിംഗ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, എല്ലാ പോസ്റ്റുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കാം. എന്താ മെയിനായിട്ട് ഇതിൽ പറയുന്നത്? മെയിനായിട്ട് നമുക്ക് വേക്കൻസി നോക്കാം. വേക്കൻസിയെ പറ്റി പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസി ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ള 14,582 വേക്കൻസി. കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ 3ാമത്തെ വേക്കൻസി തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 17,000 ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ 18,000 ആയി. ഇപ്രാവശ്യം
നോട്ടിഫിക്കേഷനിൽ 14,500 കാരണം നമുക്കറിയാം 2022 36,000 ഉണ്ടായിരുന്നെങ്കിൽ 2023 ഒരു 8,000 9,000 വേക്കൻസി ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു വേക്കൻസിയാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഓഫീസ് സൂപ്രണ്ട് വേക്കൻസി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ എന്തൊക്കെയാണ് ബാക്കി ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയ സംഭവങ്ങളല്ല. പിന്നെ ഏജ് ലിമിറ്റാണ് പലർക്കും ഒരു പ്രശ്നം ഉണ്ടാവുക കേട്ടോ. ഏജ് ലിമിറ്റ് നോക്കിയാൽ ഈ ഓഗസ്റ്റ് 1 ഇപ്പോൾ ജൂണാണ്, ജൂലൈ ഓഗസ്റ്റ് 1 വെച്ചിട്ടാണ് ഇവരൊക്കെ പറയുന്നത്. ഈ ഓഗസ്റ്റ് 1 മുമ്പിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എലിജിബിൾ അല്ല. ഉദാഹരണത്തിന് നിങ്ങൾ 30 വയസ്സ് ഏജ് ലിമിറ്റ് ഉള്ള ഒരു പോസ്റ്റാണ്, ഓഗസ്റ്റ് 1 മുമ്പ് നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ അല്ല. അത്ര മാത്രം ഓർത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ആളുകൾ നോക്കിയത് നോക്കുക. ഗ്രൂപ്പ് സി പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു, അതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 27 വയസ്സ് വരെയാണ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 18 to 27 വയസ്സ് വരെയുള്ള പോസ്റ്റ് നോക്കിയാൽ ഈ ഡേറ്റ് ഓഫ് ബർത്തിനുള്ളിൽ ജനിച്ചവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അതായത് 98 ഓഗസ്റ്റ് 2 ഓഗസ്റ്റ് 1 2007 ഉള്ളിൽ ജനിച്ചവർക്ക് മാത്രമേ അത് എലിജിബിൾ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. പല ആളുകൾ ചോദിക്കാറുണ്ട്, സാറേ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് എലിജിബിൾ ആണോ അല്ലേ? നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ പോസ്റ്റ് നിങ്ങൾ എലിജിബിൾ ആണ്. പിന്നെ OBC SC ST കുറച്ച് ഏജ് റിലാക്സേഷൻ വരും. ഞാൻ പറഞ്ഞ ജനറൽ കാറ്റഗറിയാണ്. ഈ 2 ഡേറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. അതുപോലെ തന്നെ മെജോറിറ്റി ഗ്രൂപ്പ് ബി പോസ്റ്റുകളും ഒരു 18 to 30 അല്ലെങ്കിൽ 20 to 30 എന്ന് പറയാം. അങ്ങനത്തെ ആളുകൾ നോക്കി ഈ 2 ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് 95 ഓഗസ്റ്റ് 2 2005 ഓഗസ്റ്റ് 1 ഇടയിലാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. പിന്നെ കൂടുതൽ അതിൽ എന്ത് ചെയ്യേണ്ട, കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് നോക്കിയേ, ഈ SC ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. OBC ആണെങ്കിൽ ഒരു 3 വർഷം. അതായത് നിങ്ങൾ ഈ കാണുന്ന ഡേറ്റിൽ ഈ 98 എന്ന് പറഞ്ഞ ഡേറ്റ് SC ST ആണെങ്കിൽ ഒരു 5 വർഷം ബാക്കോട്ട് കൊടുക്കുക, അതായത് 93 ആവും. OBC ആണെങ്കിൽ ഒരു 3 വർഷം ബാക്കോട്ട് കൊടുക്കുക, എത്രയാ ഒരു 95 ഉണ്ടാവും. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയേ, എല്ലായിടത്തും SC ST ആണെങ്കിൽ ഈ കാണുന്ന ഡേറ്റിൽ 5 വർഷം ബാക്കോട്ട് കൊടുക്കുക, OBC ആണെങ്കിൽ ഒരു 3 വർഷം ബാക്കോട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതും കറക്റ്റാണ്. ഈ കൊടുത്തിട്ടുള്ളതൊക്കെ ജനറൽ കാൻഡിഡേറ്റിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏജിനുള്ളിലാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. പിന്നെ എന്താണ്, പിന്നെ മെയിനായിട്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്താണ് നോക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കി പോകാം കേട്ടോ. ഓക്കെ, ഇത് എക്സ് സർവീസ്മെനെ കുറിച്ചാണ് പറയുന്നത്. എക്സ് സർവീസ്മെൻ അതായത് ഗ്രൂപ്പ് സി പോസ്റ്റുകൾക്ക് മാത്രമാണ് അവർ എലിജിബിൾ ആയിട്ടുള്ള. ഗ്രൂപ്പ് ബി പോസ്റ്റ് എക്സ് സർവീസ്മെൻ എലിജിബിൾ അല്ല, ആ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇത് വേറൊരു കാര്യം പറയുന്നത് നോക്കി, ദ കമ്മീഷൻ വിൽ നോട്ട് ഇൻസിസ്റ്റ് ഓൺ കാൻഡിഡേറ്റ്സ് പ്രൊഡ്യൂസിംഗ് OBC സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് വിത്തിൻ ദ ക്രൂഷ്യൽ ഡേറ്റ് ഓർ കട്ട് ഓഫ് ഡേറ്റ്. സാധാരണ പറയാറുണ്ട്, നമുക്ക് ഈ കട്ട് ഓഫ് ഡേറ്റിനുള്ള അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ഡേറ്റിനുള്ള OBC സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അവർ ഇൻസിസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾ എന്താവും, അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അത് പ്രൊവിഷണൽ ആയിരിക്കും. പക്ഷേ പിന്നെ നിങ്ങൾ ഏത് അപ്പോയിന്റിംഗ് അതോറിറ്റി ആണോ അവർ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുള്ളൂ. ആ കാര്യം മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ ഒരു സമയത്തുള്ള നോട്ടിഫിക്കേഷൻ അല്ല സർട്ടിഫിക്കറ്റിന് വേണമെന്ന് നിർബന്ധം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഫോർ എ സേഫർ സൈഡ്, കാരണം ഇതൊക്കെ നോക്കുന്ന ആളുകൾ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എ സേഫർ സൈഡ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ സമയത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു OBC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് ആണ് SC ST ഏതാ സർട്ടിഫിക്കറ്റ് വെച്ചാൽ നിങ്ങളത് എടുത്ത് വെക്കുക. അതിന് പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ അല്ലെങ്കിൽ വാലിഡിറ്റി നോക്കണ്ട. നിങ്ങളൊരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പുതുക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്തായാലും ഒരു സർട്ടിഫിക്കറ്റും കൂടെ OBC സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്ത് വെക്കുക. പക്ഷേ വേണ്ടാന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർ സേഫർ സൈഡ് നിങ്ങളൊന്ന് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ എന്താണ്, പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഒരു മിനിറ്റ്, ഇതൊക്കെ നമ്മുടെ സ്ക്രൈബിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ, 3 ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഒന്ന് JSO എന്ന് പറഞ്ഞ പോസ്റ്റ് നിങ്ങളെ ഫസ്റ്റത്തെ ടേബിളിൽ കണ്ടു. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ 2 ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒന്ന് മതി. ഒന്നെങ്കിൽ നിങ്ങൾ +2 60% മാർക്കോട് കൂടി മാത്സ് എന്തായിരിക്കണം, പാസ്സായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് ഏതെങ്കിലും ഒരു സെമ്മിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റ് പഠിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് ഈ JSO പോസ്റ്റിന് എലിജിബിൾ ആണ്. കാരണം ഈ JSO പോസ്റ്റിന് നമ്മൾ എക്സ്ട്രാ ഒരു പേപ്പറും കൂടി എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേറൊരു പേപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞത്. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം, പക്ഷേ അത് സ്റ്റാറ്റിസ്റ്റിക്സിലായിരിക്കും കേട്ടോ. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഡിഗ്രി നിങ്ങൾ പഠിച്ചിരിക്കണം എല്ലാ സെമ്മിലും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അല്ലെങ്കിൽ എല്ലാ സെമ്മിലും നിങ്ങൾ എന്ത് വേണം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റ് എലിജിബിൾ ആയിട്ടുള്ളൂ. ഇത് വേണേൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു സെമ്മിൽ ഒരു പേപ്പർ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ +2 മാത്സ് ഉണ്ടായാലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കി എല്ലാ പോസ്റ്റിനും നിങ്ങൾക്ക് പറയുന്ന എലിജിബിൾ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങളൊരു ഡിഗ്രി പാസ്സായാൽ മാത്രം മതി. അല്ലാതെ ഇപ്പോൾ ഡിഗ്രിക്ക് ഇത്ര % മാർക്ക് വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് സപ്ലി ബാക്ക് പേപ്പർ ഉണ്ടെന്നോ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി ആയിരിക്കണം, അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഡിഗ്രി കിട്ടണം. പിന്നെ വേറൊരു കാര്യം, ഡിഗ്രി നിങ്ങൾ ഈ പറയുന്ന ഡേറ്റ് 2025 ഓഗസ്റ്റ് 1 ഉള്ളിൽ നിങ്ങൾ ആസ് ഓൺ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി പാസ്സായിരിക്കണം. ചില ആൾക്കാർ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയത്, പക്ഷേ അതിന് മുമ്പേ റിസൾട്ട് വന്നായിരുന്നു. അത് മതി, നിങ്ങളുടെ റിസൾട്ട് വന്നാൽ മതി ഓഗസ്റ്റ് 1 മുമ്പ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾക്ക് അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടണം അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ റിസൾട്ട്
റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഡിഗ്രി ഹോൾഡറാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അനുസരിച്ച് അങ്ങോട്ട് മാറും. പക്ഷേ ഓഗസ്റ്റ് 1 അതിന് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം. അതായത് ഈ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ആളുകളുടെ ഒക്കെ റിസൾട്ട് എന്താവാറുണ്ട്, സാധാരണ ഓഗസ്റ്റ് 1 മുമ്പേ റിസൾട്ട് പബ്ലിഷ് ആവാറുണ്ട്. അത് എനിക്ക് പറയാനുള്ളത്, ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും ഈ വർഷത്തെ CGL എഴുതാൻ അവർ എലിജിബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും മെയിനായിട്ട് ഓക്കെ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഹൗ ടു വൺ ടൈം രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിട്ട് അത് കണ്ടു നോക്കുക. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അവർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോയിലോ അല്ലെങ്കിൽ സിഗ്നേച്ചറിലോ ചെറിയൊരു മാറ്റോ അല്ലെങ്കിൽ ചെറിയൊരു ക്ലാരിറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവില്ല. സാധാരണഗതിയിൽ അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ ചില ആളുകൾക്ക് ഫോട്ടോയിൽ ജസ്റ്റ് ഒരു ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ ആധാർ ഒതന്റിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം കൊണ്ടൊന്നും നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവില്ല. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള പറഞ്ഞാൽ നിങ്ങൾ ആധാർ തന്നെ കൊടുത്തിട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം അത്രയും നല്ലതാണ്. നിങ്ങൾ വെരിഫൈ ചെയ്യാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് നോക്കാനോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഐറിസ് നോക്കാനോ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. മറ്റേ ആളുകളുടെ കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ പരീക്ഷയുടെ 2 മണിക്കൂർ മുമ്പേ വരണം. നിങ്ങൾ ആധാർ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ 2 മണിക്കൂർ നേരത്തെ നിങ്ങൾ അവിടെ എത്തണം. കുറേ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ആധാർ കൊടുക്കുക തന്നെയാണ്. അതിലൊന്നും ആരും ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. ഓക്കെ, പിന്നെ ഫോട്ടോ കാര്യങ്ങളൊന്നും നേരത്തെ കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈവായിട്ട് അപ്ലിക്കേഷൻ സമയത്ത് തന്നെ ലൈവായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലിയർ ആയിട്ടുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് വലിയ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ തന്നെ എടുക്കുക. അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഈ അക്ഷയയിൽ പോയിട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ചെയ്യാനൊന്നും നിൽക്കേണ്ടത്. ഈസി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിലിരുന്ന ലാപ്ടോപ്പും കാര്യങ്ങളും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് അക്ഷയയിൽ പോയിട്ട്, കാരണം അക്ഷയയിൽ പോകുമ്പോൾ പല പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പല കുട്ടികൾക്കും പ്രശ്നം, അക്ഷയയിൽ പോയ ആളുകൾക്ക് ഈ അടുത്ത് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ മാറിയതുകൊണ്ട് അവർക്കൊന്നും ഇതിനെപ്പറ്റി അത്ര ധാരണയില്ല. അപ്പോൾ അവരുടെ ലോജിക്ക് വെച്ചാണ് ചെയ്യുക. നിങ്ങൾക്കത് വായിച്ച് നോക്കി കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വെറുതെ അക്ഷയയിൽ പോയി സമയം കളഞ്ഞ് അവരുടെ അടുത്തും കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നും ആക്കണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വരുന്ന പ്രൊസീജിയർ ഉള്ളൂ. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൊടുത്തിട്ടുള്ള അതുപോലെ വായിച്ച് നോക്കുക. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതുള്ളതിൻ്റെ ലാസ്റ്റിലോട്ട് കൃത്യമായിട്ട് ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വായിച്ച് പോയാൽ മതി കേട്ടോ. അതിലൊന്നും വലിയ സംഭവം ഒന്നുമല്ല. നിങ്ങൾ ഈ പണ്ടത്തെ പോലെ ഇപ്പോഴും അക്ഷയയിൽ പോയിട്ടിരുന്ന് അല്ലെങ്കിൽ വേറെ ആർക്കൊണ്ടെങ്കിലും അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാപ്പോ മാസ്കോ ഗ്ലാസോ, പിന്നെ ചിലപ്പോൾ കുട്ടികളൊക്കെ മുസ്ലിങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തട്ടൊക്കെ ഇടുമ്പോൾ ചെവിയൊക്കെ മറച്ചിട്ടൊക്കെ ഫോട്ടോ, അപ്പോൾ അതൊന്നുമില്ല. ചെവിയൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ എടുക്കുക. അതിൻ്റെ പേരിൽ നിന്ന് വെറുതെ റിജക്ഷൻ വാങ്ങി കൂട്ടണ്ട കേട്ടോ. ഓക്കെ, അതാ പറയുന്നത്. ഇന്നപ്രൂവ്ഡ് ഫോട്ടോഗ്രാഫൊക്കെ ആണെങ്കിൽ ആധാർ കൊടുത്ത ആൾക്ക് പ്രശ്നമില്ല, അല്ലാത്ത ആൾക്ക് ചിലപ്പോൾ റിജക്റ്റ് ആയി പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താ വേറെ എന്തെങ്കിലും മെയിനായിട്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ പറയാതെ. പിന്നെ ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫീസ് കൂടുന്നൊക്കെ ചില ആൾക്കാർ എവിടേക്കോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഫീസൊന്നും കൂടിയിട്ടില്ല, 100 രൂപ തന്നെയാണ്. അതിന് വിമൻ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല. എക്സ് സർവീസിനൊന്നും ഫീസ് ഇല്ല. ബാക്കിയുള്ള ജനറൽ OBC കാൻഡിഡേറ്റ്സിനെല്ലാം 100 രൂപയാണ്. അത് മെയിൽ കാൻഡിഡേറ്റ്സ്, മെയിൽ ജനറലും പിന്നെ മെയിൽ OBC കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. അതിലൊന്നും പിന്നെ ഫീസ് ഓൺലൈനായിട്ട് അടക്കാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ ചലാനും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് UPI വഴി സുഖമായിട്ട് അടക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്താ മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്, കറക്ഷൻ ഫോം, കറക്ഷൻ വിൻഡോ ഈ ജൂലൈ 9 to 11 വരെ നിങ്ങൾക്ക് വേണ്ടി കറക്റ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കുക കേട്ടോ. പിന്നെ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ഇതാ, നിങ്ങൾ സെൻറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള സെൻറ്റേഴ്സ് ഈ കാണുന്ന എവിടെയാണ്, ഇവിടെ കഴിഞ്ഞല്ലേ, കേരള കർണാടക റീജിയൻ. ഇതാണ് നമ്മുടെ റീജിയൻ. അത് മനസ്സിലാക്കുക. പുതുതായിട്ട് വരുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. സദേൺ റീജിയൻ ആണ് നമ്മൾ, കാരണം നമ്മൾ സൗത്ത് ഇന്ത്യ എപ്പോഴും പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും സദേൺ റീജിയൻ അല്ല, നമ്മൾ കേരള കർണാടക റീജിയൻ ആണ് കേട്ടോ. കേരള കർണാടക റീജിയനിൽ വരുന്നതാണ് ലക്ഷദ്വീപ്, കർണാടക, കേരള. അപ്പോൾ ഇതിൽ വരുന്ന സെന്റൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നോക്കിയേ, ഈ 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല കേരളത്തിലെ സെന്റൻസ്. നോക്കിയേ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, ഇതൊക്കെ നമ്മളെ കേരളത്തിലുള്ള സെന്റേഴ്സ് ആണ്. കൊടുത്ത സ്ഥലത്ത് തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കുറേ ആൾക്കാർ കോഴിക്കോട് കൊടുത്തിട്ട് കോട്ടയത്തും എറണാകുളത്തും പോയി പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 3 ഫോം പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക. പരമാവധി ലേഡി കാൻഡിഡേറ്റ് ഗേൾസിനൊക്കെ എന്ത് ചെയ്യും, പരമാവധി നമ്മുടെ തൊട്ടടുത്ത് കൊടുക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ ആൺകുട്ടികൾക്ക് അങ്ങനെ നിർബന്ധമായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന വല്ല കോട്ടയത്തോ അല്ലെങ്കിൽ അത് കോഴിക്കോടുള്ള ആളുടെ പറയുന്നത്, താഴെയുള്ള ആൾ ചിലപ്പോൾ ഇങ്ങോട്ട് കോട്ടയം, അധികം പേരും കോട്ടയൊക്കെയാണ് ആൺകുട്ടികൾ അധികം വരുന്നത്. അത് സൗത്ത് ആയാലും ശരി, നോർത്ത് ആയാലും ശരി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെന്റേഴ്സ് കൊടുക്കുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ എന്താ പിന്നെ വേറെ കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, ഇത് പുതുതായിട്ട് വരുന്ന ആൾ പണ്ടൊക്കെ ചിലപ്പോൾ SSC.nic. എന്ന സൈറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കും, സാറേ ഞാൻ പണ്ട് രജിസ്റ്റർ ചെയ്ത എൻ്റെ യൂസർ ID പാസ്വേഡ് ഓർമ്മയില്ല. നിങ്ങൾ പേടിക്കണ്ട, കഴിഞ്ഞ കൊല്ലം മുതൽ SSC പുതിയ സൈറ്റിലോട്ട് മാറിയിട്ടുണ്ട്, ssc.gov.in. ആ സൈറ്റിലാണ് നിങ്ങൾ പുതുതായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റേതൊക്കെ വിട്ടുകളെ, മറ്റേത് ചെയ്തൊന്നും ഇനി വാലിഡ് അല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുതിയ സൈറ്റിലാണ്. അതിലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ഇതാണ് ഓരോ
ഇതിൽ സെൻറ്റർ നിങ്ങൾക്ക് ഏതും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കേരളത്തിലെ കൊടുത്തെന്ന് വെച്ചിട്ട് കേരളത്തിൽ തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡൽഹിയിലുള്ള സെൻറ്റർ കൊടുക്കാം. നിങ്ങൾ എവിടെയാണ് ഇന്ത്യയുടെ പല മൂലയിൽ വർക്ക് ചെയ്യുന്ന മലയാളികളൊക്കെ ഉണ്ടാവും, അവർക്ക് വേണമെങ്കിൽ ഏത് സെൻറ്റർ വേണമെങ്കിലും കൊടുക്കാം. അല്ല നിങ്ങൾ മലയാളിയാണ് അല്ലെങ്കിൽ കേരള കർണാടക റീജിയൻ എന്നാണ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് കേരളത്തിലെ സെൻറ്റർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിലെ ഈ കാണുന്ന ഏത് സെൻറ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഒരുപാട്, നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരുപാട് ഹിന്ദിക്കാർ നമ്മൾ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ എക്സാം എഴുതുന്നത്, അവരൊക്കെ നോർത്ത് നിന്ന് ഇങ്ങോട്ട് ജോലിക്ക് വന്ന ആളുകളാണ്. അപ്പോൾ അവർ ഇവിടെ നിന്ന് പരീക്ഷ എഴുതുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് പരീക്ഷ എഴുതാം. പിന്നെ മെയിനായിട്ട് സ്കീമാണ്, എക്സാമിനേഷൻ്റെ സ്കീമാണ്. നമ്മൾ ആരും വിചാരിച്ച പോലെ വലിയ മാറ്റോ കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ പരീക്ഷ തന്നെയാണ്. നോക്കിയേ, Tier 1 Tier 2 വേറെ ഒന്നുമില്ല. Tier 1 എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് പേപ്പറാണ്. Tier 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. പിന്നെ ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നോർമലൈസേഷൻ്റെ ഇക്വേഷൻ SSC ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് ഈ ജൂൺ 2 വന്നൊരു നോട്ടീസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പഴയ നോർമലൈസേഷൻ ഫോർമുലയല്ല, ഇപ്പോൾ പുതിയ നോർമലൈസേഷൻ ഫോർമുലയാണ്. നോക്കിയാൽ മനസ്സിലാവുന്നില്ല, ജസ്റ്റ് മാറി ഇത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ അതിൽ മെയിനായിട്ട് ഇതാണ് നമ്മുടെ പാറ്റേൺ. പുതുതായിട്ടുള്ള ആളോട് ഞാൻ പറയുന്നത്, പഴയ ആളുകൾക്ക് ഓൾറെഡി ഇത് അറിയുന്നതാണ്. നമ്മളെ ഈ റീസണിങ്, GK, മാത്സ്, ഇംഗ്ലീഷ്, ഈ 4 ടോപ്പിക്കാണ് നമുക്ക് പരീക്ഷകളുള്ളത്. 4 നിന്നും 25 ചോദ്യം, ഒരു ചോദ്യത്തിൽ 2 മാർക്ക്, അങ്ങനെ ടോട്ടൽ 200 മാർക്കിലാണ് പരീക്ഷ. 1 മണിക്കൂറാണ് പരീക്ഷ. ഇതാണ് Tier 1ൻ്റെ നമ്മുടെ പാറ്റേൺ കേട്ടോ. ഈ പാറ്റേണിൽ ജസ്റ്റ് കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ട, ഒരു മിനിമം കട്ട് ഓഫ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 153 അതുപോലെ കട്ട് ഓഫ് ഇപ്രാവശ്യം വെക്കും. എന്നിട്ട് എത്രയാണോ വേക്കൻസി അതിൻ്റെ ഒരു 8 to 10 ടൈംസ് ആളുകൾ Tier 2ലേക്ക് അവരെന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അങ്ങനെ Tier 2ൻ്റെ സ്കീമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സ്കീമാണ്. സെക്ഷൻ 1ൽ 2 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1ഉം സെക്ഷൻ 2. സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ മാത്സും റീസണിങ് കേട്ടോ. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും GKയും. ഇതിൽ ടോട്ടൽ 30-60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ടോട്ടൽ ഇവിടെ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. Tier 1ൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്, പക്ഷേ തെറ്റിയാൽ അര മാർക്കാണ് പോവുക. ഇവിടെ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്, പക്ഷേ തെറ്റിയാൽ 1 മാർക്ക് പോകും. അതായത് 1/3 മാർക്ക് കൂടെ പോകും. അതായത് ടോട്ടൽ 180ലാണ് സെക്ഷൻ 1. സെക്ഷൻ 1. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷും GK ആണ്. നോക്കിയാൽ ടോട്ടൽ 70 ചോദ്യം, അവിടെ ഒരു ചോദ്യത്തിന് 3 മാർക്ക് 210ലാണ്. അപ്പോൾ 210 180 കൂട്ടിയാൽ ടോട്ടൽ 390. ഈ 390 നിങ്ങൾക്ക് എത്ര മാർക്കാണോ അതാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുക കേട്ടോ. പിന്നെ താഴെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഉണ്ട്. ഇത് ജസ്റ്റ് ക്വാളിഫയിങ് പേപ്പറാണ്. ഈ 20 ചോദ്യം 60 മാർക്കിന് നിങ്ങൾക്കൊരു 18 മാർക്ക് 30% മാർക്ക് ഉണ്ട്, നിങ്ങൾ ക്വാളിഫൈ ആവും. പിന്നെ ചില പോസ്റ്റുകൾക്ക് ഈ ടാക്സ് അസിസ്റ്റന്റ് പോലെ ചില പോസ്റ്റുകൾക്ക് ചിലപ്പോൾ അവർ ഹൈ കട്ട് ഓഫ് വെക്കും. ആ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പോസ്റ്റിന് കിട്ടുള്ളൂ. അത്രയും അതിന് വലിയതായിട്ടൊന്നും കൂടുതൽ, മാക്സിമം 24 മാർക്ക്, ഒരു 40% മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ബാക്കി എല്ലാ പോസ്റ്റും നിങ്ങൾ 18 മാർക്ക് 30% മാർക്ക് നിങ്ങൾക്ക് ഇതിന് കമ്പൽസറിയാണ്. അല്ലാതെ ഇതിന് മാർക്ക് ബാക്കിയുള്ളതിന് 390 കിട്ടിയിട്ടും കാര്യമില്ല, ഇതിന് പാസ്സായിട്ടില്ലെങ്കിൽ പോയി. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ സംഭവമാണ് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. ഒന്നുമില്ല, ടൈപ്പിംഗ് ടെസ്റ്റ്. ഈ ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പാസ്സായിരിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, ഈ 2 പോസ്റ്റിനും വേണ്ടവർക്ക് വേണ്ട പരീക്ഷയാണ് ഇത് പേപ്പർ 2. നോക്കിയേ, ആ പോസ്റ്റിന് വേണ്ടവർക്ക് ഈ ഒരു പേപ്പറിൻ്റെ മാർക്കും കൂടെ കൂട്ടും. അതായത് 200 മാർക്ക് കൂടെ കൂട്ടും. ടോട്ടൽ 590ലാണ് അവരുടെ മാർക്ക് വരിക. ബാക്കി എല്ലാ പോസ്റ്റിനും എന്താണ് ഈ 390ലാണ് മാർക്ക് വരിക. അപ്പോൾ സ്കീമിലൊന്നും വലിയ മാറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത്രയൊക്കെ ഇതാണ് സിലബസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സിലബസിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. വലിയ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സിലബസ് തന്നെയാണ്. ഓക്കെ, പിന്നെന്താ സിലബസ് ആണ്. സിലബസ് ഒക്കെ ഒന്ന് വേണ്ടവരൊന്ന് വായിച്ചു നോക്കുക. പക്ഷേ ഇത് സിലബസ് വായിച്ച് നോക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കുറച്ചെടുത്ത് നോക്കുന്നതാണ്. സിലബസ് വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എങ്ങനെയാണ് പരീക്ഷ ചോദിക്കുന്ന കാര്യങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യുക, സിലബസ് വായിച്ച് നോക്കുന്നതിന് പകരം പ്രീവിയസ് ഇയർ 2-3 വർഷത്തെ ഒരു 4-5 പേപ്പറൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ, പിന്നെ JSOൻ്റെ പേപ്പറാണ്. പിന്നെ അഡ്മിഷൻ ടു എക്സാമിനേഷൻ, അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇവർ പിന്നെ എടുത്തെടുത്ത് പറയുന്നത് ആധാർ വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളതിന്. ആധാർ വെച്ച് കൊടുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ പരീക്ഷ എഴുതാം. ബാക്കിയുള്ളതാകുമ്പോൾ നിങ്ങൾ നേരത്തെ വരണം, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്താ ഇതിലൊന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ചില പോസ്റ്റുകൾക്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു 10-40ഓളം പോസ്റ്റുകൾ നമ്മൾ ഫസ്റ്റ് ആ പേജിൽ കണ്ടു. അതിൽ ചില പോസ്റ്റുകൾ, ഈ കാണുന്ന ചില പോസ്റ്റുകൾക്ക് സ്പെസിഫിക് റിക്വയർമെൻറ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ. ഈ പോസ്റ്റുകൾക്ക് മാത്രം ചില ഒരു ഫിസിക്കൽ റിക്വയർമെൻറ്റ് പറയുന്നുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്, മെഡിക്കൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഈ പോസ്റ്റുകൾക്ക് മാത്രം, എല്ലാത്തിനും ഇങ്ങനത്തെ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നോക്കിയേ, GST ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ എക്സാമിനർ, കസ്റ്റംസ് ഇൻസ്പെക്ടർ, സെൻട്രൽ നാർക്കോട്ടിക്സിൽ, അതുപോലെ തന്നെ പിന്നെന്താണ് CBIയിൽ, NIAയിൽ, VROയിൽ ഒക്കെ ഈ പോസ്റ്റുകൾക്ക് എന്തുണ്ട്, ഒരു ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണ്, അത് വലിയ, നിങ്ങൾ ആരും അത് കേൾക്കുമ്പോഴേക്കും ടെൻഷൻ അടിക്കണ്ട, വലിയ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട. ചെറിയൊരു ഫിസിക്കൽ ടെസ്റ്റ് കേട്ടോ, ചെറിയ ഫിസിക്കൽ ടെസ്റ്റുകൾ. അത് ലാസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കുക. അനക്ഷർ എത്രയാണ്, അനക്ഷർ 16-17 ഇതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഫോളോയിങ് ഡോക്യുമെന്റ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ മെയിനായിട്ട് എന്താണ്, മോഡ് ഓഫ് സെലക്ഷൻ, ഇതൊക്കെ 30% മാർക്ക് വേണമെന്ന് പറയുന്നുള്ളത്. നിങ്ങൾ വായിച്ച അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ 15.4 എവിടെയാണ്, 15.4 ഇതിലാണ് നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, however it was been observed by the commission that after final result some vacancies remain unfilled. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടും ചില പോസ്റ്റുകൾ എന്താണ്
ഫില്ലാവാതെ നിൽക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ശേഷം വീണ്ടും ഒരു വൺ ടൈം ആയിട്ട് കംപ്ലീറ്റ് ഫില്ലിങ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, എല്ലാം ഒരു ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ജസ്റ്റ് SSC ഒരു ട്രൈ കൊടുക്കുകയാണ്, ഗവൺമെന്റ് അപ്രൂവൽ ഉണ്ടെങ്കിൽ അവർ ചെയ്യും കേട്ടോ. അപ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയാൽ അവർ പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന വേക്കൻസിക്ക് രണ്ടാമതൊരു റിക്രൂട്ട്മെന്റും കൂടെ, റിക്രൂട്ട്മെന്റ് അല്ല, സെയിം സാധനം തന്നെ വീണ്ടും ഒരു ഇതുകൂടെ നടത്തുന്നു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വേറെ ഇപ്പോൾ എന്താ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. വേറെ ഇപ്പോൾ എന്താ, പിന്നെ റെസൊല്യൂഷൻ ഓഫ് ടൈ കേസ് പറഞ്ഞാൽ ടൈ വരികയാണെങ്കിൽ എന്താ നോക്കിയേ, ടൈ വരികയാണെങ്കിൽ പേപ്പർ 2 എത്ര മാർക്കാണോ അവരാണ് മുന്നിലോട്ട് കയറുക. ഇനി അതും ടൈ ആണെങ്കിൽ നോക്കിയേ, മാർക്സ് സ്കോർഡ് ഇൻ സെക്ഷൻ 1 ഓഫ് പേപ്പർ 1. ഓക്കെ, അത് JSOന്റെ കാര്യമാണെന്നോ. ഇത് നോക്കിയേ, സെക്ഷൻ 1 പേപ്പർ 1 ആർക്കാണോ ഉള്ളത്. ഇനി അതും ടൈ ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. ഡേറ്റ് ഓഫ് ബർത്തിൽ ഏജ് കൂടുതലുള്ള ആൾക്കാരും പ്രിഫറൻസ് കിട്ടുക. അതും ടൈ ആണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ, അതായത് ABCD ഓർഡറിലാണ് കൊടുക്കുക. ഇവിടെ നിന്ന് എത്തൂല കേട്ടോ, മാക്സിമം ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ അതൊക്കെ തീരുമാനമായി പോകും. അപ്പോൾ അതൊന്നും നിങ്ങൾ എൻ്റെ പേര് Z-ലാണ് S-ലാണ് Y-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വളരെ റെയർ ആയിട്ട്. പിന്നെ മിസ്കണ്ടക്ട്, ഇതൊക്കെ മിസ്കണ്ടക്ട് പറയുന്നത് വേണ്ടാത്ത പരിപാടിക്കൊന്നും പരീക്ഷക്കോ അല്ലെങ്കിൽ സമയത്തോ പോകാതിരിക്കാൻ നോർമലായിട്ട് നിങ്ങൾക്ക് വേണ്ട ക്രൈറ്റീരിയയും കാര്യങ്ങൾ മാത്രം വെച്ച് എഴുതുക. ക്രൈറ്റീരിയ ഇല്ലാത്തവരൊക്കെ വെറുതെ എഴുതിയിട്ട് ലാസ്റ്റ് അവർ പിടിച്ചാൽ പിന്നെ ഡിബാർ ചെയ്യും, ഒരു പരീക്ഷയും പിന്നെ എഴുതാൻ പറ്റില്ല. ചിലപ്പോൾ ക്രിമിനൽ കേസും കാര്യങ്ങളും നിങ്ങൾ കൂടെ വരും കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ടേബിൾ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതൊക്കെ തന്നെ. പിന്നെന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ചെറുതാക്കി പറഞ്ഞതാണ് ഈ ടേബിളിൽ കാര്യങ്ങളിൽ. ഇതിലെന്താണ്, ഓക്കെ, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെയും പറയുന്നത് കേട്ടോ. പിന്നെ വേറെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ, ഒരു മിനിറ്റ്, അത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. സർട്ടിഫിക്കറ്റ് എവിടെയാണ്, ജസ്റ്റ് ഇനി പറയാനുള്ളത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്, അത് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടവർ വൺ ടൈം രജിസ്ട്രേഷൻ ഇതിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്രാവശ്യം വരുന്നത്. ആകെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു, ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ വരുന്നുണ്ട്, നല്ല വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇതൊന്നും ആരെയും സഹായം പോലില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്, ജസ്റ്റ് കണ്ടു നോക്കുക. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം വീണ്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട വൺ ടൈം രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ ചെയ്യാത്ത ഒരാളുടെയും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് പിന്നെ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡ് മാറ്റാനുള്ള പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫറും സെലക്ഷൻ പോസ്റ്റും CGL അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്, ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് CGL ആണ് ചെയ്യേണ്ടെങ്കിൽ CGL പോയിട്ട് അപ്ലൈ ചെയ്യുക. സെലക്ഷൻ പോസ്റ്റ് ആണ് സെലക്ഷൻ പോസ്റ്റ്, സ്റ്റെനോഗ്രാഫർ ആണ് സ്റ്റെനോഗ്രാഫർ, ഓരോന്നും സെപ്പറേറ്റ് എന്ത് ചെയ്യുക, പോയിട്ട് അപ്ലൈ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നിനൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല, എല്ലാം അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ പിന്നെ മെയിനായിട്ട് കൊടുക്കാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ എന്താണോ ഡീറ്റെയിൽസ് അത് അതുപോലെ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പേര്, നിങ്ങളുടെ പാരൻസിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ എന്താണോ അത് കൊടുക്കുക. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ പേര് മാറ്റി എന്തെങ്കിലും മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ പേര് എന്തോ മാറ്റിയൊക്കെ ചെയ്തിട്ട് അതിൽ പ്രത്യേക കോളൊക്കെ ഉണ്ട്, അതിൽ കൊടുക്കുക. ഇനി അഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും എന്ത് ചെയ്യുക, ഒരു അഡ്രസ്സ് ഓൾറെഡി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള കൊടുക്കുക, നിങ്ങൾ പ്രസന്റ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പറഞ്ഞിട്ട് പുതിയ അഡ്രസ്സ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ മെയിനായിട്ട് ഇതിൽ പറയുന്നുള്ളൂ. പിന്നെ ഫാദർ, ഇതാണ് പ്രത്യേകത. എക്സാക്ട്ലി ആസ് റെക്കോർഡ് ദ മെട്രിക്കുലേഷൻ 10ാം ക്ലാസ്സിൽ, അത് ബാക്കി സർട്ടിഫിക്കറ്റ് അല്ല നോക്കേണ്ടത്, നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ എന്താണോ അതേ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ റദ്ദായി പോകുന്നതാണ് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഫോട്ടോ അടക്കം എങ്ങനെയാണ് സൈറ്റിൻ്റെ ഫോട്ടോ ഉണ്ടാവുക അതടക്കം കൃത്യമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് SC പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എനിക്കറിയില്ല, ഞാൻ പോയിട്ട് അക്ഷയയിൽ പോയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻറ്ററിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ടിനെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് അടക്കം എടുത്തിട്ട് എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഒക്കെ ഇതിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ സംഭവങ്ങളൊക്കെ ഇത് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ കൂടെ വീഡിയോ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ എന്താണ് പാർട്ട് 2, പാർട്ട് 1 വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ പാർട്ട് 2 ആണ്. ഓക്കെ, പാർട്ട് 2 നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതിൽ കൃത്യമായിട്ട്. പിന്നെ ലാസ്റ്റിലേക്ക് ഞാനൊന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. ലാസ്റ്റിലേക്ക് നോക്കി ഓരോ ഫോട്ടോ എല്ലാം ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് താഴോട്ട് പോകുന്ന നിങ്ങളൊന്ന് അടിച്ചു വിടുക, ഒന്ന് ടൂലിട്ട് പോകുക കേട്ടോ. ലാസ്റ്റ് നോക്കിയാൽ ലാസ്റ്റ് ഇങ്ങനെ ഒരു എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു എന്ത് വരും, ഒരു പ്രിന്റ് ഫോം വരും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ PDF ആയിട്ട് നിങ്ങളെ കയ്യിലൊന്ന് ജസ്റ്റ് സൂക്ഷിച്ച് വെക്കുക. ആവശ്യമൊന്നും അധികം വരാറില്ല, എന്നാലും നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ടെക്നിക്കൽ ഇഷ്യൂ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് സെറ്റാണ്, പക്ഷേ നിങ്ങളുടെ ഈ ഫോമിലൊക്കെ ശരിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എവിടെയെന്ന് വെച്ചാൽ സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു PDF എടുത്തിട്ട് കയ്യിൽ വെക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതാ, ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറേ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഞാൻ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവനാണ്, എനിക്ക് എക്സാം പറ്റുമോ ഇല്ല എന്ന് കൺഫ്യൂഷൻ ആളുകൾ നോക്കുക. ഇപ്പോൾ എത്രാമത്തെ പേജാണ്, എത്രാമത്തെയാണ്, ഒരു മിനിറ്റ്,
68ാമത്തെ പേജ് മുതൽ പറയുന്നുണ്ട്. ഓരോ പോസ്റ്റും എടുത്തെടുത്ത് സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഓരോ പോസ്റ്റിനും പറ്റുന്ന ഫങ്ഷണൽ റിക്വയർമെന്റ്, സ്യൂട്ടബിൾ കാറ്റഗറി ഓഫ് ബെഞ്ച് മാർക്ക് റിസബിലിറ്റി, ഏതൊക്കെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റ് പറ്റും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓരോ പോസ്റ്റും പറഞ്ഞു. നോക്കിയേ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ മുതൽ എല്ലാ പോസ്റ്റും കേട്ടോ, എല്ലാ പോസ്റ്റും MEL സെക്ഷൻ ഓഫീസർ, പിന്നെ ഏതാ ഒക്കെ വളരെ നോക്കി ഓരോ പോസ്റ്റിനും പറ്റുന്നു. അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോസ്റ്റ് നോക്കുക. അതിൽ നിങ്ങൾക്ക് പറഞ്ഞ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നോക്കുക. ഉദാഹരണത്തിന് ഇതൊക്കെ LH, OH, LV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അബ്രീവിയേഷനൊക്കെ സംഭവം എങ്ങനെയാണെന്നുള്ളത് താഴെ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ആ സംഭവം ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റാണെന്ത് ഈ പോസ്റ്റ് നിങ്ങൾക്ക് എലിജിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ചില പോസ്റ്റൊക്കെ ഇപ്പോൾ നമ്മളെ ഈ CBIC അതായത് GST പ്രിവെൻറ്റീവിലൊന്നും കളർ ബ്ലൈൻഡ്നെസ് ഒന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾ GST കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കൽ സമയത്ത് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പോസ്റ്റിനും എലിജിബിൾ അല്ല, അടുത്ത പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില പോസ്റ്റുകൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GST ഒക്കെ അതുപോലെ തന്നെ CBIയിലൊക്കെ നിങ്ങൾക്ക് ഇത്ര ഹൈറ്റ് വേണം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. CBIയിലൊക്കെ 165 ഹൈറ്റ് വേണം, GST ആണെങ്കിൽ എത്ര 160 തോന്നുന്നു. ആ ഹൈറ്റ് ഒക്കെ വേണം. ഹൈറ്റ് ഇല്ലാത്തവരെ കൊണ്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ പിടിച്ച് പുറത്താക്കും. അപ്പോൾ അതിനൊന്നും നിൽക്കാതിരിക്കുക കേട്ടോ. കൃത്യമായിട്ട് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള ഫങ്ഷണൽ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ലാസ്റ്റ് പിന്നെ ഓരോ ഏകദേശം എല്ലാം നമ്മളെ നോട്ടിഫിക്കേഷൻ തന്നെ തീരാനായിട്ട് കംപ്ലീറ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ലാസ്റ്റ് ഇനി പറയാനുള്ളത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് മാത്രമാണ്. എവിടെയാണ് ഓരോ സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോർമാറ്റിൽ തന്നെ എടുത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ അധികം ഓൺലൈൻ ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഓൺലൈൻ ഫോർമാറ്റിലാണ് തരുന്നതെങ്കിൽ ജസ്റ്റ് ഈ ഫോർമാറ്റിൽ ഒന്ന് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഇതിലോട്ട് കൂടി ഒന്ന് മാറ്റി തരുന്ന നല്ല. ഓൺലൈൻ ഫോർമാറ്റിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, ചില ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അവർ വെറുതെ വാശി പിടിക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഓൺലൈൻ ഫോർമാറ്റിൽ കിട്ടുന്ന ജസ്റ്റ് ഈ ഫോർമാറ്റിൽ ഒന്ന് മാറ്റിയിട്ട് ഇതിലും കൂടെ ഒന്ന് തരണം അവരോട് പറഞ്ഞാൽ മതി. അവർ രണ്ടും കയ്യിൽ വെക്കുക കേട്ടോ. കാരണം വെറുതെ നാളെ പിന്നെ ചെറിയ കാരണത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഇപ്പോൾ ചെറിയൊരു മടിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു വലിയ ഇഷ്യൂ വരരുത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ മുടക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ റെഡി ആക്കാവുന്നേ ഉള്ളൂ. പക്ഷേ വെറുതെ സമയം കളഞ്ഞ് കേട്ടോ. ഏകദേശം 98 പേജായി ലാസ്റ്റത്തെ ഇവിടെ മുതൽ ഈ 99ാമത്തെ പേജ് മുതൽ നിങ്ങൾ നോക്കുക. ചെറുതായിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പോയിട്ടുണ്ട്. പക്ഷേ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറയുന്നുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയേ, ഇതേതാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ അല്ലേ, സബ് ഇൻസ്പെക്ടർ നോക്കിയാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹൈറ്റ് എത്ര വേണം, അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് എന്തൊക്കെയാണുള്ളത്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് എത്ര വേണം എന്ന് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഈ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ പാസ്സാവേണ്ടി വരും ഈ പോസ്റ്റുകൾക്ക് മാത്രം കേട്ടോ, എല്ലാ പോസ്റ്റുകൾക്കും ഇല്ല. പിന്നെ നോക്കിയേ CBIയിൽ സബ് ഇൻസ്പെക്ടറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ 165 സെന്റിമീറ്റർ ഹൈറ്റ് വേണം, പെൺകുട്ടിയാണെങ്കിൽ 150 ഹൈറ്റ് വേണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് വിഷൻ പറയുന്നുണ്ട് CBIക്ക്. വിഷനൊക്കെ ശരിക്കും നോക്കുക. 6/6, 6/9 മെഡിക്കൽ ടൈംസ് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഇതൊക്കെ ഉള്ളവർ മാത്രം CBI ഒക്കെ നാളെ കിട്ടിയതിന് ശേഷം കൊടുക്കുക. പിന്നെ NIAയിൽ പറയുന്നുണ്ട്, NIAയിൽ 170 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. അപ്പോൾ 170 സെന്റിമീറ്റർ ഹൈറ്റുള്ള എത്ര ആൾ പോയിട്ട് NIA കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ എന്താണ്, പിന്നെ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ. പിന്നെ മെയിനായിട്ട് പറയുന്ന ഈ 3 പോസ്റ്റുകൾ ഏതൊക്കെയാണ്, നമ്മുടെ GST കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. വളരെ ഒരുപാട്, കാരണം അത് എന്താ പറയുക, ഒരുപാട് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. വേറെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴൊക്കെ വളരെ നോക്കി സൂക്ഷിച്ച് പുതുതായിട്ട് ചെയ്യുന്ന ഒരാളെ നോക്കി കണ്ടൊക്കെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സെക്കൻഡ് പാർട്ട് എങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അക്ഷയയിൽ നിന്ന് പോയത് നിങ്ങൾ തന്നെ സ്വസ്ഥമായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ആളോട് ചോദിക്കുക. ഡൗട്ടിൻ്റെ ആവശ്യം വരില്ല. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആകെ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങളുടെ മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്താണോ ഡീറ്റെയിൽ അതുപോലെ തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പോകണ്ട. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ 2 മാസം ജസ്റ്റ് ഒന്ന് എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂൺ 10ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ SSC മലയാളി യൂട്യൂബ് ചാനൽ വഴി ലൈവായിട്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഈ എക്സാമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാനങ്ങ് പറഞ്ഞു തരുന്നല്ല, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. എൻ്റെ എക്സ്പീരിയൻസ് 2017 മുതൽ ഈ 2025 വരെയുള്ള 8 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ അറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഡൗട്ടുകളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ 6 മണിക്ക് വൈകുന്നേരം യൂട്യൂബ് ചാനൽ ഉണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫോളോ ചെയ്യും. ഓക്കെ, പിന്നെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ SSC മലയാളി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതുവഴി കോഴ്സിന് ജോയിൻ ചെയ്യുക. 3 തരത്തിലാണ് ഞാൻ കോഴ്സ് പറഞ്ഞു. ഒന്ന് ക്രാഷ് കോഴ്സാണ്, അത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് മിഷൻ ബാച്ച് ആണ്, അത് പ്രിപ്പറേഷൻ അഡ്വാൻസ് ലെവലിൽ എത്തിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ ലെവലിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. അവിടെ പോയിട്ട് നമ്മൾ സിമ്പിൾ ക്വസ്റ്റൻ ഒന്നും ഡിസ്കസ് ചെയ്യില്ല. പക്ഷേ ക്രാഷ് കോഴ്സ് നമ്മുടെ ഒരു ബേസിലായിരിക്കും ക്ലാസ് പോകും. പിന്നെ എല്ലാ ക്ലാസ്സും വേണം, അതായത് ബേസിക്സ് മുതൽ അഡ്വാൻസ് വരെ അടുത്ത വർഷത്തെ പരീക്ഷയ്ക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് 3499 രൂപയ്ക്ക് നമ്മളൊരു കോഴ്സ് ചെയ്തിട്ട് അത്. അപ്പോൾ അത് ഇതായതുകൊണ്ട് നമ്മളത് 9ാം തീയതി വരെ ആയിരുന്നു ശരിക്കും ഓഫർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 10ാം തീയതി വരെ അത് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ 10ാം തീയതി രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അത് ഓഫർ പ്രൈസ്, അതിപ്പോൾ പർച്ചേസ് ചെയ്യാൻ 500 രൂപേൻ്റെ ഓഫറും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് വിചാരിക്കുന്നു. നമ്മൾ വിചാരിച്ച പോലെ അത്ര സർപ്രൈസ് എലമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം
കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഉണ്ടായിരുന്നത് അതേ സംഭവം തന്നെ ഇപ്രാവശ്യം ഉള്ളത് വെയിറ്റിംഗ് ലിസ്റ്റും പിന്നെ ആധാർ ഒതന്റിക്കേഷൻ മാത്രം എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം സിമ്പിളാണ്. അപ്പോൾ പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനും പ്രശ്നമായതുകൊണ്ട് ചിലപ്പോൾ പരീക്ഷ ഒന്ന് സ്റ്റാൻഡേർഡ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം ചോദിച്ച പോലെ നിലവാരമില്ലാത്ത വളരെ ലോ ലെവൽ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി ചിലപ്പോൾ ഒന്ന് സ്റ്റാൻഡേർഡ് ആവാം. അതൊക്കെ നമ്മുടെ പ്രതീക്ഷകളാട്ടോ. അല്ല ഇതൊന്നും നടക്കണം എന്നൊരു നിർബന്ധം. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് അതുപോലെ തന്നെ നടന്നു എന്ന് വരാം. പക്ഷേ ഞാൻ പറയാൻ കാരണം വെച്ചാൽ 2019-20 ACIO ഐബിൻ്റെ ACIO പരീക്ഷ നടത്തിയത് TCS ആണ്. പക്ഷേ ആ സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അത് 2023-24 എത്തിയപ്പോഴേക്കും പരീക്ഷ നിങ്ങൾ ഐബിൻ്റെ പേപ്പർ എടുത്ത് നോക്കുക, സ്റ്റാൻഡേർഡ് പെട്ടെന്ന് മാറി. ഒരു പരീക്ഷ മാറിയപ്പോഴേക്കും സ്റ്റാൻഡേർഡ് വളരെയധികം മാറി. അപ്പോൾ അതുപോലെ അതും TCS തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് മാറ്റാവുന്നതേ ഉള്ളൂ. SSC ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ക്വസ്റ്റിൻ്റെ ലെവൽ ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ലെവലിൽ പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം. അതും കൂടെ നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഐബിൻ്റെ, പിന്നെ ഐക്കറിൻ്റെ, അതുപോലെ CSAT-ൻ്റെ അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ ഒക്കെ നല്ല നല്ല ക്വസ്റ്റൻസ് എടുത്ത് കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അല്ലാതെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സമയം കളയണ്ട, ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് വരുന്ന പരീക്ഷയ്ക്ക് കുറച്ച് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ വളരെ കൺസെപ്ച്വൽ തന്നെ പഠിക്കുക, വെറുതെ ഒരു മുകളിലൂടെയുള്ള പഠിത്തം പോകാതെ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് തന്നെ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ക്വിസ് ഗ്രൂപ്പ്, ഡെയിലി ക്വിസ് ഗ്രൂപ്പ് നമ്മളൊരു അവസാനഘട്ട റിവിഷന് വേണ്ടിയിട്ടുള്ള ക്വിസൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇനി അങ്ങോട്ട് 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്വിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ക്വിസ് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാസം കൊണ്ട് ബ്ലാക്ക് ബുക്കിലെ വൊക്കാബ് അതുപോലെ തന്നെ GK ഇതെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുകയും വേണം, രാത്രി അതിൻ്റെ ക്വിസും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്ന് പഠിച്ചു ഉറപ്പ് വരുത്താനൊക്കെ പറ്റുന്ന ഒരു സംഭവം. നിങ്ങൾ ആ ക്ലാസ് ഒരു 4000-ഓളം മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ്, അതിൽ കയറി നോക്കുക. അപ്പോൾ ഇന്ന് പരീക്ഷ നടത്തുമ്പോൾ വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അത്രയും ലെവൽ പീക്ക് ലെവൽ കോമ്പറ്റീഷനാണ്. നിങ്ങൾ നമ്മുടെ ഓൺലൈൻ മെമ്പർഷിപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിലൊക്കെ നോക്കുക. ഏതൊരു വീക്കിലെ പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ 150ൻ്റെ മുകളിലുള്ള 50ഓളം ആളുകൾ ആ ഒരൊറ്റ ചെറിയ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും പീക്ക് ലെവൽ കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങളും ആ ഒരു ലെവലിലോ അതിൻ്റെ മുകളിലോട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ള കാര്യം സത്യം. ഒരു അഡ്വാൻസ് ലെവലിൽ എത്തിയ ആളുകൾ മനസ്സിലാക്കുക. ബിഗിനേഴ്സ് ഇത് കണ്ട് പേടിക്കാനും കാര്യങ്ങൾ നിൽക്കണ്ട. ഈ ആളുകളൊക്കെ ഇതുപോലെ ഒരു ദിവസം ബിഗിനേഴ്സ് ആയിരുന്നു, അങ്ങനെ പഠിച്ച് ലെവലിൽ എത്തി. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 മാസം കൊണ്ട് ഇതങ്ങോട്ട് ഈസി ആയിട്ട് എടുത്ത് കളയാം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി വെക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കുറേ കാരണങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ അവർ ഓൾറെഡി ഒരു PSCയോ ബാങ്കോ അല്ലെങ്കിൽ അതിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത ലെവലിൽ കുറച്ചൊരു ചില ടോപ്പിക്ക് ഒരു എഡ്ജുള്ള ആളുകളായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. അല്ലാതെ 2 മാസം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നത് ഇത് താഴെ പോയാണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ താഴെ വെറുതെ തെറി വരാൻ കമൻറ്റ് വരാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് പറയുന്നത്. കിട്ടുന്ന 1-2 ആളെ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും കിട്ടുമെന്ന് വിചാരിക്കരുത്. പക്ഷേ നിങ്ങൾ പഠിച്ച് നോക്കുക. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. 2026 ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഒരു വർഷം സമയം കൊണ്ട് നിങ്ങൾക്ക് 2026 വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുന്നു. കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്, 32 മിനിറ്റ്. പക്ഷേ നോട്ടിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്യാം, എന്നെ കൂടെ അറിയുന്നതാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.